സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വലിയ ചർച്ച ഒരു മന്ത്രി രാജിവെച്ചതുകൊണ്ടോ പരീക്ഷാ ചോർച്ച നടന്നതുകൊണ്ടോ മാത്രം ഉണ്ടായതല്ല. വർഷങ്ങളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് നാം കാണുന്നത്. RSS രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കടന്നു വന്നത് 1967 ഭാരതീയ ജനസംഘത്തിലൂടെയാണ്. അന്ന് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ട സംയുക്ത വിധായക് ദൾ സർക്കാരുകളുടെ ഭാഗമായപ്പോൾ അവർ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയം സ്വന്തമാക്കാനായിരുന്നു. കാരണം വളരെ വ്യക്തമായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ ഭാവി മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് പാഠപുസ്തകങ്ങളെയും പഠനരീതികളെയുമാണെന്ന് RSS വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമര നായകനും പ്രശസ്ത പണ്ഡിതനുമായ മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. ഈ ചരിത്രം തന്നെ RSS ദീർഘകാലമായി അസ്വസ്ഥതയോടെ കണ്ടുവന്നതാണ് വിമർശകരുടെ വിലയിരുത്തൽ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാർ വിദ്യാഭ്യാസ രംഗം കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇന്ന് RSS പിന്തുടരുന്നതായി വിമർശിക്കപ്പെടുന്ന ആശയപരമായ ലക്ഷ്യങ്ങളും ഒരേപോലെ അല്ലെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആശയപരമായ നീക്കം ഏറ്റവും വ്യക്തമായി കണ്ടത് 2002 അന്ന് NDA സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് BJPയുടെ മുതിർന്ന നേതാവും 2 തവണ പാർട്ടി അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ദേശീയ പാഠ്യപദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങൾ വലിയ വിവാദമായി കേസ് സുപ്രീം കോടതിയിലെത്തി. പാഠ്യപദ്ധതി മതനിരപേക്ഷതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ ഏകോപനത്തിനായുള്ള CABA എന്ന ഉപദേശക സമിതിയുമായി ആലോചിക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും ഹർജിക്കാർ വാദിച്ചു. സുപ്രീം കോടതി CABAയുടെ അഭിപ്രായം നിയമപരമായി നിർബന്ധമല്ലെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാൻ അത്തരം ആലോചനകൾ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 13ാം വർഷത്തിലേക്ക് വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഈ ദീർഘകാല പദ്ധതിയിലെ പ്രധാന വ്യക്തിയായി മാറിയെന്നാണ് വിമർശനം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി മാത്രമായിരുന്നില്ല, BJPയിൽ OBC നേതൃമുഖമായി ഉയരാൻ സാധ്യതയുള്ള വ്യക്തി, ബീഹാറിൻ്റെയും പശ്ചിമബംഗാളിൻ്റെയും പാർട്ടി ചുമതലക്കാരൻ, ഒഡീഷയിലെ ഭാവി മുഖ്യമന്ത്രി എന്നിങ്ങനെ നിരവധി രാഷ്ട്രീയ സാധ്യതയുള്ള നേതാവായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് RSS ആഗ്രഹിച്ചിരുന്ന മാറ്റങ്ങൾ വിശ്വസ്തയോടെ നടപ്പാക്കാൻ കഴിയാവുന്ന വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ചതെന്നാണ് വിമർശകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മോദി സർക്കാരിലെ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നതും ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയായിരുന്നു. സമരക്കാരുടെ പ്രതിഷേധം ധർമ്മേന്ദ്ര പ്രധാന് എതിരായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവർ എതിർത്തത് BJP നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ നയത്തെ ആയിരുന്നു. അവരുടെ ആരോപണം ഇങ്ങനെയാണ്: വിദ്യാഭ്യാസം ശാസ്ത്രീയ ചിന്ത വളർത്താനുള്ള ഇടമാകേണ്ടതിന് പകരം ആശയപരമായ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനുള്ള സംവിധാനമാക്കുകയാണ് ശ്രമം. IITകളിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ശാസ്ത്രീയ മനോഭാവത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് വിമർശനം. സ്വതന്ത്ര വിദ്യാർത്ഥി യൂണിയനുകളുടെ പ്രവർത്തനം പല ക്യാമ്പസുകളിലും നിരുത്സാഹപ്പെടുത്തുകയും അതിൻ്റെ സ്ഥാനത്ത് RSS അനുബന്ധ സംഘടനയായ ABVP മാത്രമാണ് ശക്തിപ്പെടുന്നതെന്നും വിമർശകർ ആരോപിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം ദുർബലപ്പെടുത്തുന്നു എന്നാണ് തമിഴ്നാടും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നത്. കേന്ദ്ര സർക്കാർ ധനസഹായം ഒരു സമ്മർദ്ദ ഉപാധിയായി ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ തങ്ങളുടെ നയത്തിന് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുവെന്നും വിമർശനമുണ്ട്. ഇപ്പോൾ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിലും RSS അനുകൂല നിലപാടുകൾക്കുള്ളവർക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിനൊപ്പം മറ്റൊരു ഗുരുതര പ്രശ്നവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദളിത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളിൽ തുടർച്ചയായ കുറവ് വരുത്തിയെന്നാണ് വിമർശനം. ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന സാമ്പത്തിക വിഹിതവും കുറഞ്ഞു വരികയാണ്. സാമ്പത്തിക വിശകലനങ്ങൾ പ്രകാരം കേന്ദ്ര ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ വിഹിതം 2013-2014 4.6% നിന്ന് 2025-26 2.5% കുറഞ്ഞിട്ടുണ്ട്. അടുത്തിടെ ശാസ്ത്ര പഠനത്തിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സഹായമായിരുന്ന ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് പദ്ധതി പുതുക്കില്ലെന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനവും വലിയ പ്രതിഷേധത്തിന് കാരണമായി. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസം ദരിദ്രർക്കും സാധാരണക്കാർക്കും ജീവിതം മാറ്റാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു. പക്ഷേ ഇന്ന് ആ വാതിൽ ക്രമേണ അടയുകയാണെന്നാണ് വിമർശനം. NTയുടെ കീഴിലുള്ള
പ്രവേശന പരീക്ഷകളിൽ തുടർച്ചയായി ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചകൾ, പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ, വർഷങ്ങളായി സർക്കാർ നിയമനങ്ങൾ നടക്കാത്തത്, മത്സര പരീക്ഷകൾ നീണ്ടുപോകുന്നത് എന്നിവയെല്ലാം യുവജനങ്ങളുടെ നിരാശ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം അഗ്നിവീർ പദ്ധതി വന്നതോടെ സൈന്യത്തിലെ സ്ഥിരം തൊഴിൽ എന്ന സുരക്ഷിത സ്വപ്നവും നിരവധി യുവാക്കൾക്ക് നഷ്ടമായി. ഇതെല്ലാം ചേർന്നാണ് വിദ്യാഭ്യാസം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ വിഷയങ്ങളിലൊന്നായി മാറിയത്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിഞ്ഞതോടെ പ്രതിഷേധം അവസാനിക്കുമെന്നാണ് ചിലർ കരുതിയത്. എന്നാൽ വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്. ഒരു മന്ത്രിയുടെ രാജിയിലൂടെ അവസാനിക്കുന്ന വിഷയമല്ല ഇത്. RSS വർഷങ്ങളായി രൂപപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാഭ്യാസ പദ്ധതിയെ തന്നെ യുവതലമുറ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംരക്ഷിക്കാൻ ഇപ്പോൾ BJPയും RSS നേതാക്കളും ശക്തമായി രംഗത്തിറങ്ങുന്നത് അതുകൊണ്ടാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും ആ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായെന്നും അവർ പറയുന്നു. ഇന്നത്തെ തലമുറയായ ജെൻസി പഴയ ആശയങ്ങൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നവരല്ല. അവർ സ്വന്തം അഭിപ്രായങ്ങളും സ്വതന്ത്ര ചിന്തയും ആവശ്യപ്പെടുന്നവരാണ്. അതിനാൽ ഒരു മന്ത്രിയുടെ രാജി രാഷ്ട്രീയപരമായ ഒരു സംഭവം മാത്രമല്ല, ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എങ്ങനെയാകണം എന്ന ചോദ്യത്തെക്കുറിച്ചുള്ള വലിയ ദേശീയ സംവാദത്തിൻ്റെ തുടക്കമായാണ് പലരും അതിനെ കാണുന്നത്. യുവജനങ്ങളുടെ ഈ പ്രക്ഷോഭം ഇനി ചെറിയ പരിഷ്കാരങ്ങളിൽ മാത്രം ഒതുങ്ങുമോ, അതോ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനത്തെയും മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന വലിയ ജനകീയ പ്രസ്ഥാനമായി വളരുമോ എന്നതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രാജ്യം ഒറ്റുനോക്കുന്നത്.